Good morning to all. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഡിസിഷൻ ട്രീയും അതിനോട് കൂടി വരുന്ന ആട്രിബ്യൂട്ട് സെലക്ഷൻ മെഷേഴ്സ് ആയിരുന്നു. അപ്പോൾ ഡിസിഷൻ ട്രീയോട് കൂടി തന്നെ വരുന്ന അടുത്തൊരു സബ് ടോപ്പിക് ആണ് ട്രീ പ്രൂണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ട്രീ പ്രൂണിംഗ് എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ കൈവശമുള്ള ഡി എന്ന് പറയുന്ന ട്രെയിനിങ് ഡേറ്റയിൽ നിന്നും ഡിസിഷൻ ട്രീ കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ലീസ്റ്റ് റിലയബിൾ അല്ലെങ്കിൽ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ബ്രാഞ്ചുകൾ വരാം. അപ്പൊ അങ്ങനെയുള്ള ബ്രാഞ്ചുകൾ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ട്രീ പ്രൂണിങ്. അതായത് ഒരു ഡിസിഷൻ ട്രീക്കകത്തെ ലീസ്റ്റ് റിലയബിൾ അല്ലെങ്കിൽ അൺഫ്രീക്വന്റ് ആയിട്ടുള്ള ബ്രാഞ്ചുകളെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ട്രീ പ്രൂണിങ്. എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നോക്കി കൊടുത്തിരിക്കുന്ന നോക്കി, പ്രൂൺഡ് ട്രീസ് ടെൻഡ് ടു ബി സ്മോളർ ആൻഡ് ലെസ് കോംപ്ലക്സ് ആൻഡ് ദസ് ഈസിയർ ടു കംപ്രഹെൻഡ്. അതായത് നമുക്ക് ഓൾറെഡി തന്നെ അറിയാം ഡിസിഷൻ ട്രീയുടെ സ്ട്രക്ചർ നമുക്ക് മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ ട്രീയെ പ്രൂണും കൂടെ ചെയ്തില്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ കോംപ്ലക്സ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ സ്ട്രക്ചർ വലുതായിട്ട് വരിക്കും. നമുക്ക് ആ സ്ട്രക്ചറിനെ ചെറുതാക്കുകയും വേണം. ഈസി ആയിട്ട് നമുക്ക് റൂളുകൾ അതിൽ നിന്നും കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ടും പറ്റണം. അതിനു വേണ്ടിയാണ് നമ്മൾ ട്രീനെ പ്രൂൺ ചെയ്യുന്നത്. ഇനി ട്രീ പ്രൂണിങ്ങിനകത്ത് വരുന്നത് രണ്ട് അപ്രോച്ചുകളാണ്. ഒന്ന് പ്രീ പ്രൂണിങ്ങും രണ്ട് പോസ്റ്റ് പ്രൂണിങ്ങും. പ്രീ പ്രൂണിങ് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ നമ്മുടെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ പ്രീ പ്രൂണിങ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ കൈവശമുള്ള ട്രെയിനിങ് സെറ്റിൽ നിന്നും ഒരു ഡിസിഷൻ ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നു. ആ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ അതിനകത്ത് വരുന്ന ലീസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള ബ്രാഞ്ചുകളെ റിമൂവ് ചെയ്യുന്നതെങ്കിൽ ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് പ്രീ പ്രൂണിങ്. അതായത് ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ, ഡ്യൂറിങ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഡിസിഷൻ ട്രീ. ഇനി അടുത്ത രണ്ടാമത്തെ അപ്രോച്ച് ആണ് പോസ്റ്റ് പ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ. പോസ്റ്റ് പ്രൂണിംഗ് എന്ന് പറഞ്ഞാലോ, ഒരു ട്രീ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ്, അതായത് ഫുള്ളി ഗ്രോൺ ആയിട്ടുള്ള ഒരു ട്രീ ആയി കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്നും ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ ലീസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള ബ്രാഞ്ചുകൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് പോസ്റ്റ് പ്രൂണിംഗ്. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടെ ചെയ്യും. ഇവിടെ നമ്മൾ ട്രീ ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ലീസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള ബ്രാഞ്ചിനെ റിമൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആ ലീസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള ബ്രാഞ്ചിനെ റിമൂവ് ചെയ്തിട്ട് അവിടെ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ലീഫ് നോഡ് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. അതായത് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ക്ലാസ് ലേബിൾ വെച്ചിട്ടാണ് ആ റിമൂവ് ചെയ്ത ബ്രാഞ്ചിനെ റീപ്ലേസ് ചെയ്യുന്നത്. ഇനി ഇതിനോട് കൂടിയുള്ള ഒരു ഫിഗർ അടുത്ത പേജിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ട്രെയിനിങ് സെറ്റിൽ നിന്നും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിസിഷൻ ട്രീയും ഇതെന്ന് പറഞ്ഞാലോ പോസ്റ്റ് പ്രൂണിങ്ങിന് ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന ഡിസിഷൻ ട്രീ. ഇത് കണ്ടാൽ തന്നെ അറിയാം ഇതിന്റെ സ്ട്രക്ചറിനുണ്ടായ വ്യത്യാസം കണ്ടോ. ട്രീ കുറച്ചും കൂടെ ചെറുതായി, അതുപോലെ തന്നെ സ്ട്രക്ചർ കുറച്ചും കൂടെ കോംപ്ലക്സിറ്റി അതിന്റെ കുറയുകയും കൂടെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ എന്തൊക്കെയാ ചെയ്തിരിക്കുന്നത് നോക്കി, നമ്മുടെ ആദ്യം കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രീക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. ആദ്യമേ ഒന്നാമത്തെ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ തന്നിരിക്കുന്നതാണോ നോക്കി, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തിന്റെ ആണോ നോക്കി, രണ്ടാമത്തിന്റെ ആണെങ്കിൽ അടുത്തത് A4ന്റെ ആണോ നോക്കി, A4ന്റെ ആണെങ്കിൽ ക്ലാസ് എയിലോട്ട് ക്ലാസിഫൈ ചെയ്തു, A4ന്റെ അല്ലെങ്കിൽ ക്ലാസ് ബിയിലോട്ട് ക്ലാസിഫൈ ചെയ്തു. ഇവിടെയോ A2ന്റെ അല്ലെങ്കിൽ ക്ലാസ് എയിലോട്ട് ക്ലാസിഫൈ ചെയ്തു. ഇനി ഇവിടെ ചെക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്, നമ്മുടെ റൂട്ട് നോഡിനകത്ത് തന്നിരിക്കുന്ന ടെസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എങ്ങോട്ട് പോലെ പറഞ്ഞിരിക്കുന്നത്, A3യുടെ വാല്യൂ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. A3യുടെ വാല്യൂ ചെക്ക് ചെയ്തു. A3യുടെ വാല്യൂ ആണെങ്കിൽ A5ന്റെ വാല്യൂ ചെക്ക് ചെയ്യുക. A5ന്റെ വാല്യൂ ആണെങ്കിൽ ക്ലാസ് ബിയിലോട്ട് ക്ലാസിഫൈ ചെയ്യുക. ഇവിടെയോ അല്ലെങ്കിൽ ക്ലാസ് എയിലോട്ട് ക്ലാസിഫൈ ചെയ്യുക. ഇവിടെയോ A3 എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ അല്ലെങ്കിൽ ക്ലാസ് ബിയിലോട്ട് കൺസ്ട്രക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ക്ലാസിഫിക്കേഷനകത്ത് ഒരു റൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു ഈഫ് ദെൻ റൂൾ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നത്, ഒരു ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ഈക്വൽ ടു ആണെങ്കിലാണ് നമ്മൾ ആ ടപ്പിളിനെ ഒരു ക്ലാസ്സിലോട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ അത് തന്നെയല്ലേ ഇവിടെയും ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ A1 എന്ന് പറയുന്ന നമ്മുടെ റൂട്ട് നോഡിന്റെ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ആണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സബ് ട്രീ ആണ് സെർച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാനുള്ള കാര്യത്തിന് ഈ ഒരു ബ്രാഞ്ച് ആണ് ഇവിടെ ലീസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ഒരു ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ആണെങ്കിലാണ്, ഒരു ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ശരിയാണെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ ആ ടപ്പിളിനെ ആ ഒരു ക്ലാസ്സിലേക്ക് ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ ടപ്പിളിനെ നമ്മൾ മറ്റൊരു റൂൾ വെച്ചിട്ടായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ റൈറ്റ് സബ് ട്രീ ആണ് ലീസ്റ്റ് റിലയബിൾ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ മോസ്റ്റ് കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ക്ലാസ് ഏതാണോ അത് വെച്ച് ഇതിനെ ലീഫ് നോഡ് ആയിട്ട് റീപ്ലേസ് ചെയ്യുക.
ഇവിടെ ഫ്രീക്വന്റ് ആയിട്ട് വന്നിരിക്കുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ബി ആണ്. ക്ലാസ് ബി 2 പ്രാവശ്യവും ക്ലാസ് എ 1 പ്രാവശ്യം വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ബാക്കി ആ സബ് ട്രീയെ റിമൂവ് ചെയ്തിട്ട് ക്ലാസ് ബി എന്ന് പറയുന്ന ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുള്ള ക്ലാസ് ലേബിൾ വെച്ച് അല്ലെങ്കിൽ ലീഫ് നോഡ് വെച്ച് റീപ്ലേസ് ചെയ്തു. ഇതാണ് ഇവിടെ നടക്കുന്ന പോസ്റ്റ് പ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് നമ്മൾ ഡിസിഷൻ ട്രീയുടെ അൽഗോരിതംസ് പഠിച്ചപ്പം കുറെ അൽഗോരിതംസ് പഠിച്ചായിരുന്നു. ID3 ഉണ്ട്, C4.5 ഉണ്ട്, കാർട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പഠിച്ചായിരുന്നു. അപ്പൊ നമ്മുടെ കാർട്ട് എന്ന് പറയുന്ന ഡിസിഷൻ ട്രീ അൽഗോരിതത്തിനകത്ത് നമ്മൾ പോസ്റ്റ് പ്രൂണിംഗ് പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മറ്റൊരു അൽഗോരിതമാണ് കോസ്റ്റ് കോംപ്ലക്സിറ്റി പ്രൂണിംഗ് അൽഗോരിതം. ഇനി ഇവിടെ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കോസ്റ്റ് കോംപ്ലക്സിറ്റി പ്രൂണിംഗ് അൽഗോരിതത്തിനകത്ത് ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ട്രീക്കകത്ത് ഒരു ഡിസിഷൻ ട്രീക്കകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് ലീവ്സ് അതുപോലെ തന്നെ എറർ റേറ്റുമാണ് കൺസിഡർ ചെയ്യുന്നത്. എറർ റേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഡിസിഷൻ ട്രീ യൂസ് ചെയ്തിട്ട് മിസ്ക്ലാസിഫൈ ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ടപ്പിൾസിന്റെ ഒരു പെർസെന്റേജ് ആണ് എറർ റേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എറർ റേറ്റും ടോട്ടൽ നമ്പർ ഓഫ് ലീവ്സും അത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ പോസ്റ്റ് പ്രൂണിംഗ് പെർഫോം ചെയ്യുന്നത്. എവിടെ? കോസ്റ്റ് കോംപ്ലക്സിറ്റി പ്രൂണിംഗ് അൽഗോരിതത്തിനകത്ത്. ഇനി ഈ കോസ്റ്റ് കോംപ്ലക്സിറ്റി പ്രൂണിംഗ് അൽഗോരിതത്തിനകത്ത് യൂസ് ചെയ്യുന്ന കുറേയധികം സെറ്റ് ഓഫ് ടപ്പിൾസിന് പറയുന്ന പേരാണ് പ്രൂണിംഗ് സെറ്റ്. നമ്മൾ ട്രെയിനിങ് സെറ്റ് എടുത്തില്ലേ, അതുപോലെ തന്നെ മറ്റൊരു സെറ്റ് ഓഫ് ഡേറ്റ എടുക്കുകയാണ്. ക്ലാസ് ലേബിളൊക്കെ അറിയാവുന്ന മറ്റൊരു സെറ്റ് ഓഫ് ഡേറ്റ എടുക്കുകയാണ്. അതിന് പറയുന്ന പേരാണ് പ്രൂണിംഗ് സെറ്റ്. ഈ പ്രൂണിംഗ് സെറ്റ് എപ്പോഴും ട്രെയിനിങ് സെറ്റിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ട്രെയിനിങ് സെറ്റ് ഒരിക്കലും പ്രൂണിംഗ് സെറ്റ് ആവാനായിട്ട് പാടില്ല. ഇനി ഈ പ്രൂണിംഗ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കണം? ക്ലാസ് ലേബിളുകൾ അറിയാവുന്ന കുറേയധികം ടപ്പിൾസ് ആയിരിക്കണം. അപ്പൊ ഇത് വെച്ചിട്ടാണ്, ഇതിൽ നിന്നാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? ആ ഡിസിഷൻ ട്രീക്കകത്തെ നമ്പർ ഓഫ് ലീവ്സും എറർ റേറ്റും കണ്ടുപിടിച്ച് പോസ്റ്റ് പ്രൂണിംഗ് പെർഫോം ചെയ്യുന്നത്. ഇനി അടുത്തൊരു മെത്തേഡ് ആണ് പെസിമിസ്റ്റിക് പ്രൂണിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ C4.5 എന്ന് പറയുന്ന അൽഗോരിതത്തിനകത്ത് പോസ്റ്റ് പ്രൂണിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പെസിമിസ്റ്റിക് പ്രൂണിംഗ്. ഇത് കോസ്റ്റ് കോംപ്ലക്സിറ്റി മെത്തേഡിനോട് സിമിലർ ആണ്. പക്ഷെ ഇവിടെ നമ്മൾ ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ കോസ്റ്റ് കോംപ്ലക്സിറ്റി പ്രൂണിംഗ് അൽഗോരിതത്തിനകത്ത് നമ്മൾ പ്രൂണിംഗ് സെറ്റ് എന്ന് പറഞ്ഞൊരു ഡിഫറന്റ് സെറ്റ് എടുത്തിട്ടായിരുന്നു കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്, പോസ്റ്റ് പ്രൂണിംഗ് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ഡിഫറന്റ് സെറ്റ് എടുക്കുന്നില്ല. നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ട്രെയിനിങ് സെറ്റ് ഏതാണോ അത് തന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ പോസ്റ്റ് പ്രൂണിംഗ് പെർഫോം ചെയ്യുന്നത്. ഇനി അടുത്ത പേജിനകത്ത് കൊടുത്തിരിക്കുന്നത് ഡിസിഷൻ ട്രീക്കകത്ത് വരുന്ന 2 പ്രോബ്ലംസ് ആണ്. അതായത് റിപ്പീറ്റേഷനും റിപ്ലിക്കേഷനും. ഡിസിഷൻ ട്രീക്കകത്ത് ഉണ്ടാവുന്ന 2 പ്രോബ്ലംസ്. റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ആട്രിബ്യൂട്ട് തന്നെ പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുന്നു, റിപ്പീറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ തന്നിട്ടുണ്ട് ഫിഗറിനകത്ത് നോക്കിക്കേ. ആദ്യത്തെ ടെസ്റ്റിനോടിനകത്ത് വന്നിരിക്കുന്നത് A1 എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ 60-നെക്കാട്ടിലും ചെറുതാണെന്നുള്ള കാര്യം ചെക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അടുത്ത ടെസ്റ്റിലോട്ട് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവിടെ വീണ്ടും എന്താ ചെക്ക് ചെയ്യുന്നത് നോക്കിയേ. A1 എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ 45-നെക്കാട്ടിലും വലുതാണ്. ഇവിടെ തന്നെ ഒരു റിപ്പീറ്റേഷൻ വന്നു. കാരണം എന്താണ്? 45-നെക്കാട്ടിലും വലുതാണ് 60, അതുപോലെ തന്നെ 60-നെക്കാട്ടിലും ചെറുതാണ് 45. അപ്പൊ ഈ രണ്ടിനകത്ത് വരുന്ന ടപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏകദേശം കുറെയെല്ലാം സെയിം തന്നെയാണ് ടപ്പിൾസ് ആണ് വരുന്നത്. ഇനി അവിടെ നിന്ന് വീണ്ടും ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയേ. A1 ലെസ് ദാൻ 50, 50-നെക്കാളും ചെറിയ വാല്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഈ ടെസ്റ്റ് 3 ഉദ്ദേശിക്കുന്ന എന്ത് തന്നെയാണ്? ഈ ടെസ്റ്റ് 2 ഉദ്ദേശിക്കുന്ന എന്ത് തന്നെയാണ്? 60-ൽ താഴെയാണോ A1 എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ എന്നാണ്. അപ്പൊ ഒരേ ആട്രിബ്യൂട്ട് തന്നെ നമ്മൾ ഇവിടെ പല പ്രാവശ്യം ചെക്ക് ചെയ്തിരിക്കുന്നു. അതിനകത്തൊക്കെ വരാൻ സാധ്യതയുള്ള ടപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഏകദേശം സെയിം ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ് ആണെന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ റിപ്ലിക്കേഷൻ ആണ്. റിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിസിഷൻ ട്രീക്കകത്ത് സെയിം സബ് ട്രീ തന്നെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് റിപ്ലിക്കേഷൻ. സെയിം സബ് ട്രീസ് ഒരുപോലത്തെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് റിപ്ലിക്കേഷൻ. ഇവിടെ നോക്കുക. ഏജ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ യൂത്ത് ആണെന്ന് ചെക്ക് ചെയ്തു. യൂത്ത് ആണെങ്കിൽ സ്റ്റുഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റുഡന്റ് ആണെങ്കിൽ ക്ലാസ് ബിയിലോട്ട് ആ ടപ്പിളിനെ ക്ലാസിഫൈ ചെയ്യുക. സ്റ്റുഡന്റ് അല്ലെങ്കിൽ വീണ്ടും ഒരു സബ് ട്രീയിലോട്ടാണ് പോകുന്നത്. ക്രെഡിറ്റ് റേറ്റിംഗ് ചെക്ക് ചെയ്യുന്നു, ഇൻകം ചെക്ക് ചെയ്യുന്നു, ക്ലാസ് തീരുമാനിക്കുന്നു. ഇനി ഇവിടെയോ ഏജ് ഈക്വൽ ടു യൂത്ത് അല്ലെങ്കിലും
വേറൊരു സബ് ട്രീയിലോട്ടാണ് പോകുന്നത്. അവിടെ എന്തൊക്കെ ചെക്ക് ചെയ്യുന്നത്? ക്രെഡിറ്റ് റേറ്റിംഗ് ചെക്ക് ചെയ്യുന്നു, ഇൻകം ചെക്ക് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പൊ ഈ രണ്ട് സബ് ട്രീകൾ തമ്മിൽ നോക്കിക്കേ. അതായത് ഈ സ്റ്റുഡന്റിനെയും ഈ ഏജ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിനെയും കൺസിഡർ ചെയ്യാതെ നമ്മൾ ക്രെഡിറ്റ് റേറ്റിംഗും ഇൻകം മാത്രം കൺസിഡർ ചെയ്ത് ഒരു ഡിസിഷൻ ട്രീ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന സബ് ട്രീസ് രണ്ടും സെയിം ആണ്. സബ് ട്രീസ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേര്, അതായത് ഈ രണ്ട് സബ് ട്രീസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ടപ്പിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും. അപ്പൊ ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് റിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ പേജിനകത്ത് തന്നിരിക്കുന്നത്. റിപ്ലിക്കേഷൻ എന്താന്നുള്ള കാര്യം. റിപ്ലിക്കേഷൻ, ഡ്യൂപ്ലിക്കേറ്റ് സബ് ട്രീസ് എക്സിസ്റ്റ് വിത്തിൻ ദ ട്രീ. അതായത് ഒരേ സെയിം സബ് ട്രീ തന്നെ വീണ്ടും 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 ഒരേ ഡിസിഷൻ ട്രീക്കകത്ത് തന്നെ എക്സിസ്റ്റ് ആവുന്നു. ഇനി ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മൾട്ടി വേരിയേറ്റ് സ്പ്ലിറ്റ്സ്. അതായത് നമ്മൾ ഒരു ആട്രിബ്യൂട്ടിന്റെ വാല്യൂ മാത്രം നോക്കാതെ ഒന്നിലധികം ആട്രിബ്യൂട്ടുകളുടെ കോമ്പിനേഷൻ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഒരു ടപ്പിളിനെ ക്ലാസ് ലേബിൾ ചെയ്യുന്നത്. ഇനി ഡിസിഷൻ ട്രീക്ക് കുറച്ചധികം പ്രോബ്ലംസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൂൾ ബേസ്ഡ് ക്ലാസിഫയർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ റൂൾ ബേസ്ഡ് ക്ലാസിഫയർ ആണ്. നമുക്ക് സിലബസിനകത്ത് ഡിസിഷൻ ട്രീയുമായിട്ട് ബന്ധപ്പെട്ട് ഈ 3 ടോപ്പിക്കുകളെ പഠിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. ഡിസിഷൻ ട്രീ, ഇൻഡക്ഷനും, ആട്രിബ്യൂട്ട് സെലക്ഷൻ മെഷേഴ്സും, അതുപോലെ തന്നെ ട്രീ പ്രൂണിങ്.